വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ വ്ലോഗ്സ്. ഇപ്പോൾ സമയം 9:52. 9:52 കഴിഞ്ഞു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ കാക്കനാടുള്ള ഫ്ലാറ്റിലാണ്. കാക്കനാട് നമ്മൾ കൊച്ചി കാക്കനാട് കാക്കനാടുള്ള ഫ്ലാറ്റിൽ, കൊച്ചിയിലുള്ള കാക്കനാടുള്ള ഫ്ലാറ്റിൽ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ അച്ഛനൊക്കെ വന്നു, വെഞ്ചിരിച്ചു, പാലാച്ചിൽ നടത്തി. ആ തിക്കൻ്റെ തരവിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ വീട് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാനായിട്ട് പറ്റില്ല. വീട് മീൻസ് ഫ്ലാറ്റ്. അതൊന്നാമത് അച്ഛൻ വന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെ ഞങ്ങൾ പോയില്ലോ, അച്ഛനെ കൊണ്ടാക്കാനായിട്ട് പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ആകെ ഈ പറഞ്ഞ പോലെ തിക്കും ഭയങ്കര തിരക്കിൻ്റെ ഇടയിലായിരുന്നു സാധനം, പരിപാടികൾ എല്ലാതും. അതിൽ എന്നിട്ട് ചിരിച്ചിരിക്കണ പല്ലൊക്കെ രാവിലെ തന്നെ പൊന്നൂസിനിട്ട് എനിക്കൊരു കോഫി ഉണ്ടാക്കി തന്നു. ഞാൻ കുറെ ആൾക്കാര് ഹോം ടൂർ ചെയ്യണ കണ്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് കാണിച്ചിട്ടില്ലേ ഹോം ടൂർ? നമ്മുടെ വീട് ഹോം ടൂർ ചെയ്തിട്ടുണ്ടല്ലോ. ശരിയാണല്ലോ, ശരി. ഞാൻ പറഞ്ഞു വന്നതാണ്, എനിക്ക് അങ്ങനെ ഹോം ടൂർ കാണിക്കാനും കാണാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ ആൾക്കാരുടെ വീടുകൾ ഇങ്ങനെ നോക്കി നിൽക്കും, അല്ല അങ്ങനെ കുറെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ പുതിയതാവുമ്പോ നമുക്കത് കാണിച്ചു തരാനായിട്ട് ഭയങ്കര ഇതല്ലേ. പണ്ടത്തെ വീട്ടിൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ കാണിക്കാനായിട്ട്. ഇവിടെ ആയാലും പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും ഞാൻ വന്ന് തട്ടണോ? തുറക്കടി. ഇങ്ങോട്ട് വാ. അതിന് മുമ്പ് പുറത്തത് കാണിക്കട് വാ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ നമ്പർ 2A1 അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, പറഞ്ഞോ. കയറി വരുമ്പോൾ തന്നെ മെയിൻ ഡോറ് കടന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിത് ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. ഇരിക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 പേർക്ക് ഇരിക്കാം സുഖമായിട്ട്. പിന്നെ എക്സ്ട്രാ ആവശ്യങ്ങളുണ്ടെങ്കിൽ 6-7 ഇത് കാല് വയ്ക്കണതാ. എത്ര ആളുകൾക്ക് ഇരിക്കാം? ഒരു കുഞ്ഞ് സോഫ. പിന്നെ ഇവിടെ ചുമരുമ്പോൾ നമ്മൾ കുറച്ച് ഇതുണ്ടായിരുന്നതാണ്, ഈ 2 ഫോട്ടോസും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഒരു ചെടി, ഇത്ര സാധനമുണ്ട്. ഇത് വാൾപേപ്പറാണ് കേട്ടോ ആക്ച്വലി. മറ്റേ വാൾപേപ്പർ ഒട്ടിച്ചേക്കണതാണ് ചുമരുമ അല്ലേ? ഇത് അത് ഞാൻ ശരിക്കും തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. ഓ ഇതാണ്. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ മൊത്തം കണ്ടു പോലെ. ഏതാ നീയല്ലേ പറയണ്ടേ? നീയല്ലേ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ? അങ്ങനെ ആയിരിക്കണം. എന്തിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണോ? മറന്നുപോയി പഠിച്ചതൊക്കെ, അതുകൊണ്ടാ. ഓക്കെ, നമ്മള് അവിടെ ഇരിക്കുമ്പോ നേരെ നമുക്ക് ടി വി കാണാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ നമുക്ക് ടി വി കാണാം. ടിവിയുടെ സ്റ്റാൻഡും കാര്യങ്ങളും. ഒരു എന്താ പറയുക വലിപ്പമുള്ള ടി വി ആണിത്. എനിക്കറിയില്ല. ഒരു 40 ഇഞ്ച് 43 അല്ല 43. കാരണം നമ്മുടെ വീട്ടിലേക്ക് 43. നീ വന്നിട്ട് 55 ഇഞ്ചായിരിക്കും ടി വി. ഇതാണ് ടി വി. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ടി വി കാണാം അല്ലേ? ഈ ഇത്രയ്ക്കും വരെയാണ് നമ്മളൊരു ലിവിങ്ങിന്റെ ഒരു ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടെ പിന്നെ നോക്കി ചുമരുമതി സ്റ്റെപ്പ് പോലെ വെച്ചിട്ട് ചെടികൾ നല്ല ശരിക്കും ഇത് എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ചെടിയാണ്. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഈ ചെടി. ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു ചെടിയാണ് നമ്മൾ ആദ്യം മേടിക്കാന്ന് വെച്ചായിരുന്നത്. ഇതിന്റെ ഒറിജിനൽ ചെടി ഞാൻ കാണിച്ചതില്ല നിനക്ക്. പക്ഷെ ഇതിന് നല്ല ലൈഫുള്ള ചെടിയാണ്. കുറച്ച് വെള്ളത്തിന്റെ ഡ്രോപ്പ് കൊടുത്താൽ മതി. പാരീസിൽ വെച്ചിട്ട് എൻ്റെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ചെടി. ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നട്ടത് എവിടെ നിന്നറിയോ? ഞാൻ ഏതുവരെ അതേന്ന് പറിച്ചിട്ട് വന്നതായിട്ട് ഞാൻ കൊണ്ട് നട്ടുണ്ടായിരുന്നു. പിന്നെതാ ഇതിനെ സ്നേക്ക് പ്ലാന്റ് എന്നല്ലേ പറയാ? ഇതിന്റെ പേര് എനിക്കറിയില്ല ഗൈസ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണെന്ന് അറിയണവർ കമന്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ ചെടികളും കാര്യങ്ങളും. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെ 2-3 ഫോട്ടോസ് ഉണ്ട് അല്ലേ? ഇനി ഇപ്പുറ സൈഡില് ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കണ്ടോ? ടോട്ടലി ഉള്ളൊരു സ്റ്റാൻഡ്. അതാണ് നമ്മളുടെ രൂപത്തിനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ട് നമ്മൾ വെച്ചേക്കണത്. നമ്മള് കിഴക്ക് ഭാഗത്താണ് രൂപം വെക്കാറ്, കിഴക്ക് ഭാഗത്ത്. അപ്പൊ ഇത് കറക്റ്റ് ആ ഭാഗത്ത് തന്നെ ഇരിക്കണേ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അങ്ങനെ തന്നെയാ ഇരിക്കണത് കറക്റ്റ്.
അത് ഞാൻ വന്ന് നോക്കിയപ്പോ ഉണ്ട് കറക്റ്റ് കിഴക്ക് ഭാഗം. അപ്പൊ ഈ ഭാഗത്താണ് നമ്മള് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അന്ന് കണ്ടായിരുന്നില്ല, നമ്മൾ മറ്റേ പർച്ചേസിന് പോകുമ്പോ ജെറുസലേമിൽ പോയപ്പോ വാങ്ങിയതാണ് ഇതും. ഇത് അവിടെ നിന്നല്ല അല്ലേ? ഓക്കെ, ഇത് അന്ന് പർച്ചേസിന്റെ അന്ന് തന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയില്ല, തൃശ്ശൂർ പോയപ്പോ അവിടെ നിന്ന് മേടിച്ചാണ് ഈ 2 ക്യാൻഡിൽ. ഇത് 2 നമ്മൾ ജെറുസലേമിൽ നിന്ന് വെഞ്ചരിച്ച് മേടിച്ചത്. ഈ ബൈബിളും അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇതൊക്കെ നമ്മൾ അവിടെ പോയപ്പോൾ തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചതാണ് ഈ 2 പ്ലാന്റ്. ഇത് നമ്മൾ ജെറുസലേമിൽ നിന്ന് മേടിച്ചത്. ഇതാണ് കഴിഞ്ഞ സച്ചൻ വെഞ്ചരിച്ചത്. പിന്നെ താഴെ ഉണ്ടല്ലോ എന്താ ഇത്, അതൊക്കെ നമ്മള് മറ്റേ ജെറുസലേമിലേക്കല്ല, ഈ ക്യാൻഡിൽ വാങ്ങിയ സമയത്ത് വാങ്ങിയതാണ്. ഇത് സെന്റഡ് ക്യാൻഡിലാണ്. ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ, പക്ഷെ കത്തിച്ച് നല്ല സ്മെല്ല് ഉണ്ടാവും അല്ലേ? കത്തിച്ച നല്ല സ്മെല്ല് ഉണ്ടാവുന്നാണ് പറയണത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കത്തിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ നല്ല ഭംഗി കണ്ടപ്പോ ഞാൻ വാങ്ങിയതാ. കുറച്ച് കഴിയുമ്പോ കത്തിക്കാം. അത് ഭംഗിയുണ്ട്. പിന്നെ അത് നമ്മളുടെ മാർഷലിന്റെ സ്പീക്കർ ഇരിക്കുന്നുണ്ട്. അത് പ്ലേ ചെയ്തില്ല, അത് വേണമെങ്കിൽ ഇന്ന് പ്ലേ ചെയ്തോട്ടാ. പിന്നെ ഇത് ശരിക്കും ഇതിനകത്തുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അഡീഷണലി കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. ഈ TV ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ടോട്ടലി എങ്ങനെ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ഫർണിഷഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ മേടിച്ചത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മീൻസ് ലൈക്ക് ഈ സോഫ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചെടികൾ അത് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ, മിനിമലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചു തന്നില്ലേ, ഇതിനകത്തുള്ള ഈ രൂപങ്ങളൊക്കെ നമ്മൾ മേടിച്ചു തന്നുള്ളൂ. ബാക്കി സ്റ്റാൻഡൊക്കെ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പോട്ടിനകത്ത് നമ്മൾ ചെടി ഇത് മേടിച്ചു. ഇത് ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്ലവർ കളഞ്ഞു വിടും. പൊന്നിച്ചെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇത് മേടിച്ചു. പിന്നെ ഇത് കീയൊക്കെ ഇടാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ കാറിൻ്റെ കീ, വീടിൻ്റെ കീ ഒക്കെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ നമ്മള് ഇതൊരു ബ്ലൂ തീമാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏകദേശം എല്ലാം ബ്ലൂവില് വാങ്ങിയത്. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ നിൽക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ എറണാകുളത്ത്. അപ്പൊ ആ ചേച്ചി വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇത് ബ്ലൂ അല്ല, ഇത് അക്വാ ഗ്രീൻ ആണ്. ഇത് ശരിയാണ്, ഞാനിത് ബ്ലൂ ഞാനായാലും ഇത് ബ്ലൂ എന്നുള്ള രീതിക്കാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നീട് മേടിച്ചപ്പോ ഒക്കെ നമ്മള് ബ്ലൂ മേടിച്ചതാണ്. ഇത് ബ്ലൂവിന്റെ ക്യാൻഡില്, ബ്ലൂ പോലത്തെ ഒരു ഇത്, അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ചു. വെള്ള കുപ്പി ബ്ലൂ. പിന്നെ അവിടെ വരുമ്പോ ഞാൻ വേറെ ബ്ലൂ കാണിച്ചു തരട്ടോ. എല്ലാം നമ്മൾ ബ്ലൂ മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി ഫ്ലാറ്റിലേക്ക് വന്നത്. ഫ്ലാറ്റ് വന്നപ്പോ ചേച്ചി പറയാം ഇത് ഗ്രീൻ ആണെന്ന്. അപ്പൊ നമ്മളുടെ തീം മൊത്തം പോയി. പിന്നെ ഇതാണ് നമ്മളുടെ വാഷിംഗ് ഏരിയ. ഇവിടെ ശരിക്കും ഡൈനിങ് ടേബിൾ ഇല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതിന് പകരമായിട്ടാണ് ഇത് നമ്മളുടെ വാഷിങ്. നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വാഷിങ്ങിന്റെ ഏരിയ. പിന്നെ ഞാൻ ഓക്കെ. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ, നമുക്ക് തുറന്ന് വെളിച്ചം കാര്യങ്ങളൊക്കെ വരാനായിട്ട് അത് പറ്റും. ഡൈനിങ് ഏരിയക്ക് പകരമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാർട്ടീഷൻ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നാണ് പറയാ. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്. കുറച്ച് സ്പേസ് ഉള്ള കാരണം കൊണ്ട് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ. ഇത് ശരിക്കും ഇത് ഇങ്ങനെ ഒരു പാർട്ടീഷനോട് കൊടുത്ത് ഇതൊരു കിച്ചൺ ആക്കി എന്ന് വിചാരിക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് ടേബിൾ ഇവിടെ വരും. അപ്പൊ അത് ഭയങ്കര കൺജസ്റ്റഡ് ആവും. ഇതാവുമ്പോ ഇങ്ങനെ ചെയ്ത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ പോലെ യൂസ് ചെയ്യാം. ഇവിടെ നോക്കി 2 ചെയർ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഈ ചെയർ കയറി നമുക്ക് ഇവിടെ കയറി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഇച്ചിരി പ്രായക്കാർക്ക് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഹൈറ്റ് ഉള്ള ചെയർ ആയതുകൊണ്ട്. പ്രായ ആൾക്കാരാകുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ നമ്മളത് ഈ സാധനത്തമ്മ ഇരിക്കാം, എങ്ങനെയുള്ള കഴിക്കാം. അല്ലെങ്കിൽ നിന്ന് കാണെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല കംഫർട്ടാണിത് അല്ലെ, കറക്റ്റാണ്. ശരിക്കും ഫുഡ് ഉണ്ടാക്കി ടേബിളും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമാണ്. ആ ഒരു ഡിഫറെന്റ് ഫീലാ. പിന്നെ മേളിൽ ഇത് ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഈ ലൈറ്റൊക്കെ ഹാങ് ചെയ്ത് ഇടാനായിട്ട്. ഇതൊന്നും നമ്മൾ ചെയ്തതല്ല, ഇതൊക്കെ ഇവിടെ ഉണ്ടായതാട്ടോ. ഇതും ഉണ്ടായിരുന്നു. ഇത് നല്ല പാത്രമായോണ്ട് അത് ഞാൻ കളഞ്ഞില്ല. സെറാമിക് പോട്ടാണ്. ഈ പോട്ട് കൂടി ഉണ്ടായതാണ് കേട്ടോ. ഇത് നമ്മളെ ബ്ലൂ കണ്ടോ, ബ്ലൂ നമ്മള് ബ്ലൂ കത്തി നമ്മള് വാങ്ങിയതാ. ബ്ലൂ ആണോ ഗ്രീൻ ആണോ ഇപ്പൊ പറയുമ്പോ കൺഫ്യൂഷനാ. ഈ 3 കത്തി നോക്കിയത് സെറ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. എനിക്കാണ് 200 താഴെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ കൊള്ളാട്ടാ, നല്ല കത്തിയാ, അത്യാവശ്യം നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെ യൂസ് ചെയ്യണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ടാഗ് ചെയ്യാം, അപ്പൊ അതിൽ കയറി വാങ്ങിയാൽ മതിയേ. പിന്നെ ക്യാബിനറ്റ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക്. ഇതും പിന്നെ താഴെ ഉണ്ട്. താഴേല് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സുകള്, പാത്രങ്ങള്, കത്തി, അതും ബ്ലൂ.
അത് ബ്ലൂ ഇതിന്റെ വലിപ്പമുള്ള കത്തി. ഇതിനകത്ത് ഇതിലുണ്ടോ? ഇതിനകത്തും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ വാങ്ങിയ പാത്രം. ബ്ലൂ നമുക്കിത് ഇവിടെ ഉണ്ട് കേട്ടോ, സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇവിടെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്. ഇവിടെയാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ്റെ സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേ സാധനത്തിൻ്റെ വാക്യൂം ക്ലീനർ, പിന്നെ വേസ്റ്റിന്റെ സാധനങ്ങളൊക്കെ വെക്കാം. ഇതൊന്ന് ഇച്ചിരി കൂടി മുറിക്കാൻ കൂടി വെക്കണം. വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ആക്കി വെച്ചേക്കണത്. ഇവിടെയാണ് ശരിക്കും വാഷിംഗ് മെഷീനും സംഭവങ്ങളൊക്കെ. വാഷിംഗ് മെഷീൻ ഇതിന്റെ അടിയിലാണ്, അതിനുള്ള കണക്ഷൻസ് ഒക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മള് വാഷിംഗ് മെഷീൻ എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് കിട്ടിയില്ല, നേരം കിട്ടിയില്ല. അപ്പൊ അത് വാഷിംഗ് മെഷീൻ ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ ഒന്ന് ഹോൾഡ് ആക്കിയേക്കാം, ഇച്ചിരി കഴിഞ്ഞിട്ട് കൊണ്ടുവരാച്ചിട്ട്. ഇനി ഇത് ഇവിടെന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് നേരെ തിരിഞ്ഞ് ഇവിടെ കിച്ചൺ, ഇത് ഇവിടുന്ന് പിന്നെ നേരെ പോയിട്ട് ഇവിടുന്ന് നേരെ ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ ആ ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂം വന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഓക്കെ, ഇവിടെ പിന്നെ ഒരു മിററൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കട്ടിലുണ്ട്, കട്ടിലുള്ളൂ. പിന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കബോർഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, കബോർഡിൽ സാധനങ്ങളൊക്കെ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മളെ മറ്റേ ഡ്രസ്സുകളൊക്കെ കവറിലും ബാഗിലൊക്കെ ആയിട്ട് വെച്ചേക്കണേ. അതുകൊണ്ട് കബോർഡിലൊന്നും ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ ഇത് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ, ആകെ വയറൊക്കെ ആയിട്ട് കിടക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇത് അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള റൂമാ അല്ലേ? അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട് ഉണ്ട്. ഇവിടെയും ഇതേപോലെ തന്നെ ഒരു ബെഡ്, ഒരു ഏത് സൈസ് ആയിരിക്കും, ഒരു ക്യൂൻ സൈസ് ബെഡ് ആകുന്നുണ്ടല്ലേ. 2 റൂമിലും ഒരു ക്യൂൻ സൈസ് ബെഡ് അല്ലേ. പിന്നെ നമ്മുടെ ഇത് കബോർഡ്, ഈ റൂമിൽ വേണ്ട 2 വിൻഡോ ഈ റൂമിലുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണം, അപ്പുറത്തെ റൂമിൽ ഒരെണ്ണേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഉണ്ട് ഫോട്ടോ ഫ്രെയിം. ഇതാണ് നമ്മളുടെ ബാത്റൂം ഒരെണ്ണം കേട്ടാ, നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഓക്കെ, ശരിക്കും ഇതൊരു കുഞ്ഞ് സ്പേസാ, ഒരു 1000 താഴെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളു. അപ്പൊ ഒരു ചെറിയ ഫാമിലിക്ക്, അപ്പനമ്മ 2 പിള്ളേര്, അവർക്ക് ഇത് അടിപൊളി സ്ഥലമായിരിക്കും. പിന്നെ അത് മാത്രമല്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ക്ലീൻ ചെയ്യാനുള്ള വളരെ സുഖം. എനിക്കാണെങ്കിൽ ഇവിടെ വാക്യൂം ചെയ്ത് തുടയ്ക്കാനായിട്ട് ഇത്തിരി സമയം മതി. വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. വലിയ വീടായി കഴിഞ്ഞാൽ അതാ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മള് കൊറേ ബുദ്ധിമുട്ട് പെടേണ്ടി വരും വീട് ക്ലീൻ ചെയ്യാനായിട്ട്. അല്ല, വലിയ വീടായി കഴിഞ്ഞാല് ക്ലീൻ ചെയ്ത് പറഞ്ഞാല് നമ്മൾ അലമ്പാക്കിയിടും. കുറെ സ്ഥലമുള്ള എന്റെ പേരിൽ, ഇതാകുമ്പോൾ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളതനുസരിച്ച് മാനേജ് ചെയ്യും. അതുപോലെ ക്ലീൻ ആയിട്ട് നിൽക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും ഫ്ലാറ്റ് ഭയങ്കര ഇഷ്ടമായി. അച്ഛനാണെങ്കിലും നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു, അവർക്കൊക്കെ ഫ്ലാറ്റ് നല്ല ഇഷ്ടമായി. ഞങ്ങൾക്കാണെങ്കിലും ഫസ്റ്റ് കാണാൻ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിനപ്പം തന്നെ ഡീലാക്കിയത്. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അതുപോലെ എന്താണ് തോന്നിയെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോളൂ. എങ്ങനെയുണ്ട്, നല്ല ഫ്ലാറ്റ് ആണോ, നിങ്ങൾക്ക് ഇഷ്ടമായോ, എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും മാറ്റാനുണ്ടോ, കുറച്ചുകൂടി ഭംഗിയാക്കാനുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോളൂ. അത് ശരിയല്ലേ, മാക്സിമം നമ്മൾ നേരിട്ട് കാണുന്ന പോലെ കിട്ടിയില്ലെങ്കിലും ഒരു പരിധി, ഒരു ആംഗിളിൽ ഞാൻ എടുത്തിട്ടുണ്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട്. നിങ്ങൾ കമന്റ് ചെയ്തോളൂ ഗൈസ്. അപ്പൊ അത്രയ്ക്കൊക്കെയുള്ള നമ്മുടെ റൂം ടൂർ. റൂം ടൂർ അല്ല, ഹോം ടൂർ. അതെ, ഇത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ നമ്മുടെ സ്വന്തം വീടാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അച്ഛൻ വന്നപ്പോ ചോദിച്ചായിരുന്നു ആദ്യമായിട്ട് മാറണതാണോ, ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറണതാണോ. ഞാൻ അതിന് ആലോചിച്ചു, എന്നിട്ട് പറയാ ശരിയുള്ള ആദ്യമായിട്ട് മാറണതാണല്ലോ. അതെ, സോ നമ്മുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വാങ്ങാന്നുള്ളത്. എറണാകുളത്ത് ഒരു ഫ്ലാറ്റ്, അത് കാക്കനാട് തന്നെ വാങ്ങാന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം നമുക്കുണ്ടായിരുന്നു. അത് എങ്ങനെയോ ഫുൾഫില്ലായി ദൈവാനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഇന്ന് നമ്മളിത് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. ഇതിന്റെ അടിയിൽ കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയും. നെവർ മൈൻഡ്, അത്രയ്ക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും താഴെ കമന്റ് ചെയ്തോളൂ. അത്ര ഉള്ളു, വേറൊന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഐ എം ഹാപ്പി. അപ്പൊ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ അപ്പൊ നമുക്ക് വീണ്ടും കാണാം അല്ലേ. അതായിരിക്കും. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.